എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരികെ സ്വാഗതം. നമുക്കൊപ്പം നമ്മുടെ അതിഥി, നമ്മൾ കാത്തിരുന്ന അതിഥി ചേരാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് കുറേ കാഴ്ചകളും വിശേഷങ്ങളും അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി. അപ്പോൾ ഷെറിൻസ് വ്ലോഗ് എന്നാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആളുകൾ അറിയാം. ഷെറിൻ പോൾ എന്ന കൊച്ചിക്കാരനാണ് നമുക്ക്. അപ്പോൾ ഷെറിനെ സ്വാഗതം. ഷെറിൻ ഫേസ്ബുക്കിൽ കുറിക്കുന്ന പോലെ ചിലർക്ക് യാത്രകൾ തേടലാണ് അല്ലേ, അല്ലെങ്കിൽ ചിലർക്ക് കണ്ടെത്തലുകളാണ്, ചിലർക്കത് ജീവിതമാണെന്ന്. അപ്പോൾ യാത്രയെ ജീവിതമായി മാറ്റിയ ഒരു കൊച്ചിക്കാരൻ ചെറുപ്പക്കാരനാണ് ഷെറിൻ. ഷെറിൻ്റെ ഈ വളർച്ച നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഷെറിനായിട്ട് ഇങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറയണമെന്ന് ആഗ്രഹിക്കാനും കാരണം. ഷെറിൻ്റെ യാത്ര എവിടെ എത്തിച്ച് നിർത്തിയിരിക്കുന്നു ഷെറിനെ? എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പാണ് നമ്മളൊരു കൊച്ചി തേരാപ്പാറ എന്ന് പറയുന്ന ഒരു ട്രാവൽ സീരീസ്, ഈ കൊച്ചി മുഴുവനും സൈക്കിളിൽ കാണിക്കുന്ന ഒരു യാത്രാ സീരീസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ നമ്മളെ അറിയാനൊക്കെ തുടങ്ങിയത്. അന്നും ഇതുപോലെ മാതൃഭൂമി ന്യൂസിലെ ഒരു നമ്മളെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു. 4 വർഷത്തിന് ശേഷം വീട്ടില് ഇല്ല ആ സൈക്കിൾ ഇവിടെ തന്നെ ഉണ്ട്, കുട്ടപ്പനായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. യൂസ് ചെയ്യൽ ഇത്തിരി കുറവാണ്. സൈക്കിളിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്റാർട്ടിക്ക സൈക്കിൾ ഇപ്പോൾ നിലവിൽ പറ്റില്ല. അപ്പോൾ 4 വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ അന്റാർട്ടിക്ക വരെ യാത്ര ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അല്ല, ഷെറിൻ ഇപ്പോൾ ഈ തേരാപ്പാരയിലൂടെ ആദ്യം നമ്മൾ കാണുക, അതിന് മുമ്പേ ഷെറിൻ തുടങ്ങിയിരുന്നു. പ്രേക്ഷകരോട് ശ്രദ്ധിക്കുക, കോവിഡ് സമയത്തെ സാധ്യതകൾ എങ്ങനെ മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഷെറിൻ അല്ലേ. ഷെറിൻ ആ തേരാപ്പാര തുടങ്ങി ലാലേട്ടൻ അഭിനയിച്ച വീടുകളുടെ സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട പല സിനിമകളുടെയും ലൊക്കേഷൻ വീടുകളൊക്കെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ കൂടിയതാണ്. അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്നാണ് ഷെറിന് ഇത് ഞാനൊരു സൈക്കിളിൽ കൊച്ചി വട്ടം കറങ്ങി നിർത്തേണ്ടതല്ല, എൻ്റെ യാത്രയ്ക്ക് കുറച്ച് നീളം കൂട്ടണം, അത് കുറച്ച് വിപുലമാക്കണമെന്നൊരു ചിന്തയിലേക്ക് കൂടി പോയത്? അതെ, അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 2018 തൊട്ട് ഈ ഒരു യാത്രാ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയുണ്ട്. 2020 ശേഷമാണ് ഈ പറയുന്ന ഒരു ട്രാവൽ സീരീസ് നമ്മൾ കൊച്ചി തേരാപ്പാര സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അടുത്തൊരു ഓരോ യാത്രകളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കാണാൻ പോയി. പിന്നെ 2022 തൊട്ടാണ് നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളൊക്കെ കാണാനായിട്ടൊരു പ്ലാനൊക്കെ ഇട്ട് യാത്രകൾക്ക് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നേപ്പാളായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഞാൻ എവറസ്റ്റ് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അതിന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്നുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറാന്നുള്ള അത് വേറൊരു വലിയൊരു എക്സ്പെഡിഷനാണ്. അതിന് ഭയങ്കര സാമ്പത്തികമായിട്ട് ചിലവൊക്കെ വരും. ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ചിലവ് വരും. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ എവറസ്റ്റ്, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു പർവ്വതം കേട്ടിട്ടൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെ, നമ്മളത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. നേപ്പാളിലായിരുന്നു എവറസ്റ്റ്. അതെ, ഇപ്പം നിലവിൽ 16ഓളം രാജ്യങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു. പക്ഷെ ഞാനൊരിക്കലും രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയൊന്നും യാത്രയില്ല. ഒരു പ്രത്യേക സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് പ്രത്യേകത ഉള്ള അത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താണ് യാത്ര ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ അന്റാർട്ടിക്ക കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ യാത്ര. അതിനു മുമ്പ് നമ്മൾ ഇന്തോനേഷ്യയിലെ പല സ്ഥലങ്ങളും, തുർക്കിയിലും പിന്നെ ഈജിപ്ത്, എനിക്ക് പിരമിഡ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഈജിപ്തിൽ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിലവിൽ സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ കൊടുമുടി. അപ്പം അതുപോലെ പിരമിഡുകളെ കുറിച്ച് പഠിച്ചു. അപ്പം അത് അങ്ങനെയാണ് ഈ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത്. അതെ. ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടാവില്ല, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത. ഇപ്പം ഞാൻ ഇന്തോനേഷ്യയിൽ ജാവ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഒരു ഇജൻ വോൾക്കാനോ കാണാൻ പോയി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലൂ ഫയർ വരും. അതായത് നമ്മളിപ്പോൾ ഈ ഗ്യാസ് ഓണാക്കുമ്പോൾ കത്തുന്ന ഒരു നീല കളർ ലൈറ്റില്ല, അതേപോലത്തെ ബ്ലൂ ഫയർ സൾഫർ ഭൂമിക്ക് അടിയിൽ നിന്ന് വന്നിട്ട് ഓക്സിജനായിട്ട് കലരുമ്പോൾ അത് നീല കളറിൽ കത്തും. ഇതൊരു അപൂർവ കാഴ്ചയിൽ ഭൂമിയിൽ ആകെ 2 സ്ഥലത്തേ അതുള്ളൂ. ഒന്ന് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലും പിന്നെയുള്ള ഐസ്ലാൻഡിലാണ്.
അപ്പോൾ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ, അപൂർവമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോകണമെന്നാണ്. അപ്പോൾ ഞാൻ അവിടെ കഴിഞ്ഞ 2022 ഞാൻ അവിടെ പോയി. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് ലേക്കും അവിടെ തന്നെയായിരുന്നു. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു തടാകമായിരുന്നു അത്. വീണ കഴിഞ്ഞാൽ മരിച്ചൊക്കെ പോകും. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. ഷെറിൻ്റെ ഒരു പ്രത്യേകത, ഷെറിൻ്റെ ഇപ്പോൾ വീഡിയോയുടെ ഒക്കെ ഇടയിൽ കമൻറ്റുകളായ ഷെറിൻ, നമ്മളൊരു 10 തവണ ഞാൻ പോയി, ഇതൊക്കെ എനിക്ക് അറിയാമെന്ന മട്ടിലല്ല ഒരു സ്ഥലം. എല്ലാ സ്ഥലത്തും ഷെറിൻ ആദ്യമായി കാണുന്നതിൻ്റെ കൗതുകം. ഒരു സാധാരണ ഒരു കൊച്ചിക്കാരൻ തന്നെ പറയാം, ഒരു കൊച്ചിക്കാരൻ അല്ലേ, ഒരു പുറത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ഈ അന്റാർട്ടിക്കയെക്കുറിച്ച് തന്നെ ഷെറിൻ പറയുന്നത് ഏത് അന്യഗ്രഹമാണോ എന്നാണ്. അപ്പോൾ ആ ഒരു കൗതുകവും അതിശയവും ഒക്കെ ജെന്യുവിനായി ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഷെറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണോ ഷെറിനെ ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറാക്കി മാറ്റുന്നത് ഷെറിൻ? അത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാനായിട്ട് പറയുന്നേ ഉള്ളൂ അല്ലേ? ഞാൻ എൻ്റെ രീതിയിൽ പറയുന്നു. പക്ഷെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആരെങ്കിലും ഇഷ്ടപ്പെടാന്നുള്ളതാണ്. ഈ അന്റാർട്ടിക്കയിൽ പോയ ദൃശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. നമ്മളത് പ്രത്യേകം വീഡിയോ പ്ലേ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഒരു കോപ്പിറൈറ്റ് വിഷയം കാരണം നമ്മൾ വേറെ മ്യൂസിക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഷെറിന് അത് വിഷമമാകണ്ട, അതുകൊണ്ടാണ് ഞങ്ങൾ സൈഡിൽ വീഡിയോ കാണിക്കുന്നത്. പിന്നെ പ്രേക്ഷകർ പ്രധാനമായിട്ട് ഷെറിൻ ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത്, ബ്രോ ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ ഇത് എത്ര രൂപ ചെലവായി, ഈ അന്റാർട്ടിക്കയിലേക്കൊക്കെ പോകാൻ എത്ര രൂപ ചെലവായി എന്നൊക്കെ ഒന്ന് പറയണമെന്നാണ്. അപ്പോൾ ആ കണക്കുകൾ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും, അതൊന്നും പറഞ്ഞാൽ കൊള്ളാം. അത് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ അന്റാർട്ടിക്ക പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് 2021. അപ്പോൾ പണ്ട് മുതലേ നമുക്കൊരു ആഗ്രഹമുണ്ട് ഈ ഒരു സ്ഥലം കാണണം എന്നൊക്കെ ഉള്ളത്. കാരണം ഇതൊരു ഭൂഖണ്ഡമാണല്ലോ, ഇത്രയും പ്രത്യേകതയുള്ള സ്ഥലം. പെങ്കിൻസിനെ കാണാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് ഭയങ്കര ഭാരിച്ച ചിലവാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് അത് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2021 തൊട്ട് ഞാനിത് പ്ലാൻ ചെയ്തത് എങ്ങനെ പോകാം, ഇതിന് എത്ര രൂപ ബഡ്ജറ്റ് വരും, അങ്ങനെ ഏതാണ്ട് 3 വർഷം ഞാൻ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു യാത്രക്ക് വേണ്ടി പോയത്. നമുക്കൊരു 6 അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു 6 ലക്ഷം മുതൽ ഒരു 25 ലക്ഷം രൂപ വരെയുള്ള ചിലവ് ആക്ച്വലി വരും. പക്ഷേ എനിക്ക് ചിലവായത് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ ചിലവ് ഈ ഒരു യാത്രയ്ക്ക് വന്നിട്ടുണ്ട്. അത്രയും എക്സ്പെൻസീവ് ആണ്. പലരും ചോദിക്കും ഇത് എന്തിനാണ് ഇത്രയും പൈസ മുടക്കി പോകുന്നത്, ഈ പൈസക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ അന്റാർട്ടിക്ക കാണാൻ പറ്റത്തില്ലല്ലോ. പൈസ നോക്കിയില്ല, അതെൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു ഫണ്ട് ബാങ്കിൽ തുടങ്ങി ആ പൈസ മാസം അതിനകത്തേക്ക് പൈസ ഓരോന്നിട്ട് കൂട്ടി വെച്ച് അങ്ങനെ പോയൊരു യാത്രയാണ്. അപ്പോൾ അതിനൊരു സ്പെഷ്യലാണ്. കാരണം എനിക്കൊരു ലൈഫ് ടൈം ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുമ്പോൾ ലീവ് പ്രശ്നമാണ്, പൈസ പ്രശ്നമാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ തുടക്കത്തിലെ ഈ തേരാപ്പാര നടക്കാതെ അല്ലേ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവരെ കൂടെ മറികടന്ന് വേണം ഈ യാത്രയൊക്കെ പോകാൻ. അതെ ആക്ച്വലി അത് പൈസ പ്രശ്നം തന്നെയാണ്. പലരും പറയും യാത്ര ചെയ്യാൻ പൈസ വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും പൈസ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കൊരു നേരം ഭക്ഷണം കഴിക്കാൻ കാശ് വേണമല്ലോ. അപ്പോൾ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടൊരു കാര്യം വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യം നടത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു വീടാണ്, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണം. അതാണ് ഷെറിൻ ഇപ്പോൾ എനിക്കൊന്ന് 2018 തുടങ്ങി ഇപ്പോൾ ഈ തേരാപ്പാര സീരീസിലൂടെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. ആ സമയത്തൊക്കെ ഷെറിൻ എന്നൊരു സാധാരണക്കാരനായ കൊച്ചിക്കാരനായ ചെറുപ്പക്കാരൻ ഒരിക്കൽ പോലും അന്റാർട്ടിക്കയിൽ പോകണമെന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് ചില പരിമിതികളൊക്കെ കൽപ്പിക്കും. നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ആ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുക, അത് എനിക്ക് തോന്നുന്നു ഈ യാത്രകൾ കൊണ്ട് ഷെറിനുണ്ടായ ഒരു വ്യക്തി എന്ന നിലയിലുണ്ടായ മാറ്റമാണോ ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നൽകിയത്? ആണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യാത്ര എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ സ്കൂളിൽ ഇരുന്ന് തിയറി പഠിക്കുന്നത് പോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടുത്തെ കൾച്ചർ പഠിക്കുന്നു. ഇപ്പോൾ ഞാൻ താജ്മഹൽ കാണാൻ പോകുമ്പോൾ ഞാനതൊക്കെ നേരിട്ട് കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്.
ഇത് ആക്ച്വലി ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും അത് ഭയങ്കര വ്യത്യാസം വരും. ആളുകളോട് പെരുമാറുന്ന രീതിയും നമ്മുടെ സ്വഭാവത്തിലും ഇതൊക്കെ ഈ യാത്രകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഈ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് ഷെറിനെ ഞാൻ ഇങ്ങനെ വിളിക്കും. ഷെറിനെ നമ്മൾ കുറെ നാളായി ഷെറിനെ കാണുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ ഇരിക്കണം വിചാരിച്ചു. ഷെറിനെ ഞാൻ വിളിച്ചപ്പോൾ ഷെർ അയ്യോ ലൈവാണോ, അയ്യോ ലൈവൊക്കെ പറ്റുമോ എന്നാണ് ഷെർ ചോദിക്കുന്നത്. ലൈവാണ്, ലൈവ് എന്ന് നമ്മള് അല്ല ഒരു കുഴപ്പമുണ്ട് ഷെർ. എനിക്ക് തോന്നുന്നു ഷെർ വിചാരിക്കുന്നത് ലൈവിൽ വന്നിരുന്നാൽ അല്ലാത്ത ചർച്ചകളിൽ കാണുന്ന പോലെ എതിര് വന്നിരിക്കുന്ന ആൾക്കെതിരെ മിസൈൽ തുടക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്നല്ല. അങ്ങനെയല്ല, നമുക്കൊരു സന്തോഷവും സ്നേഹമൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷെറിനെ വിളിച്ചത്. ചാനൽ ചർച്ചകൾ മൊത്തം അടിയാണല്ലോ. നമ്മൾ കണ്ടിട്ടുള്ള ചർച്ചകൾ മൊത്തം അടിയായതുകൊണ്ട് ലൈവിലൊക്കെ വന്ന തെറ്റൊക്കെ അങ്ങനെയല്ലാതെ പോകാമെന്ന് മനസ്സിലായില്ല ഇപ്പൊ. ഇപ്പൊ കുഴപ്പമില്ല. ഈ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇങ്ങനെ കുറെ യാത്രകളൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും പല സമയങ്ങളും വീട്ടിലുണ്ടാവില്ല, കുടുംബത്തിന് കൂടെ സമയം ചെലവഴിക്കുന്നത് കുറവായിരിക്കും. അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാണ് TVS ആണ്, തെക്ക് വടക്ക് സർവീസ് ആണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം. അല്ല, സ്വാഭാവികമായിട്ടും പണ്ട് ഇങ്ങനെ ചുമ്മാ നടക്കണതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ പൊതുവെ എന്നോട് ഇന്നേ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല എന്ന് അങ്ങനെ പൊതുവെ അങ്ങനെ പറയാറില്ല. കാരണം ഞാൻ എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയാറുണ്ട് ഇന്ന സ്ഥലത്തുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ആളുകളൊക്കെ അറിയപ്പെടും. അല്ല, വീട്ടിലെ അംഗങ്ങൾ ആരൊക്കെയാന്നും കൂടി പറയാം, അങ്ങനെ ഒരു പരിചയപ്പെടൽ കൂടി ഉണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ അപ്പനമ്മേനെയും ഒന്ന് തായ്ലൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഈ വർഷവും ഉണ്ട്. ഈ അടുത്ത ഒരു രാജസ്ഥാനൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാനായിട്ട് ഒരു യാത്ര പ്ലാൻ. വീട്ടുകാരായിട്ട് ഒരു യാത്രയും കൂടി ഉണ്ടാവും. പപ്പയും അമ്മയും. എനിക്കൊരു സിസ്റ്ററും ഉണ്ട്, പുള്ളിക്കാരി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി ഷെറിൻ, ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ കണ്ടന്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയം, അപ്പോൾ നമ്മുടെ ഒരു വഴി ഇത് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് അല്ലേ സൗമ്യമായി ഞാനെന്ന രീതിയിൽ അറിയിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം വലിയ തോതിൽ ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ സമയം ഉള്ള വീഡിയോസൊക്കെയാണ് ഷെറിനിടുന്നത്, പക്ഷെ അത് കണ്ടു തീർക്കാൻ ഇത്രയധികം ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അത് ഷെറിന് കിട്ടുന്നൊരു ഊർജം കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഇനി എന്തെങ്കിലും വഴികൾ. ഇപ്പോൾ നേരത്തെ ഫുഡ് അല്ലേ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടും ഷെറിന് താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ ഈ യാത്രയും ഫുഡും ഒക്കെ അല്ലാതെ ഇനിയും നമ്മൾ ചെന്നെത്താത്ത ചില മേഖലകളിലേക്കൊക്കെ പോകണം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ഷെറി? ഉണ്ട്. ഇപ്പം ഞാൻ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു യാത്രകൾ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നതിന് പ്രധാന കാരണം എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ പാഷൻ എന്താണോ ഞാൻ അത് തന്നെയാണ് വീഡിയോ ഇട്ട് ആൾക്കാരിലോട്ട് എത്തിക്കണം. അപ്പോൾ അതൊരു നല്ല അഭിപ്രായം ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ നമുക്കത് കൂടുതൽ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന സംഭവമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് വീണ്ടും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി ഇവരെ കാണിച്ചു കൊടുക്കാൻ തോന്നും. പുതിയ പുതിയ വെറൈറ്റി സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഭൂമിയിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്കിത് ഓരോ സ്ഥലങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു അധ്യാപനെ പോലെ ഇത് ഇന്ന സംഭവമാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ആ വിഷ്വലും കൂടി കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോകളിൽ കൂടുതൽ പേരും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആ ഇൻഫർമേഷൻ വീഡിയോ ഇട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ എഡിറ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷെ അത്രയും ബുദ്ധിമുട്ടിയാലും എനിക്കത് ഭയങ്കര ഞാൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ആളുകൾ അന്റാർട്ടിക്കയിൽ നിന്ന് എത്തിയോ. അപ്പൊ ഞാനും വിചാരിച്ചു ഇപ്പൊ എങ്ങാണ്ട് പോയി വന്നതാണ്. സമയം കുറച്ചാൾ മുമ്പാണ് അല്ലേ, എപ്പോഴും അതിന്റെ ഏത് സമയമാണെന്ന് ഇവിടെ പറഞ്ഞു. അതെ. ഇത് ആക്ച്വലി ഞാൻ പോയിട്ട് വന്നു. നമ്മളെപ്പോഴും യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ് വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് യാത്രയുടെ ഇടയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഇൻ്റർനെറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു ശൈലി ഇത്തിരി ടഫാണ്. കാരണം കുറേ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പാടാം. അപ്പോൾ എനിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അതുപോലെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ട്രാവലിങ്ങിന്റെ ഡേറ്റ് എക്സ്പെൻസ് കൂടും. അപ്പോൾ കുറേ നമ്മൾ ഈ ആസ്വദിക്കുന്ന ബാധിക്കും, നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും.
പിന്നെ അതുപോലെ ഇപ്പോൾ ഉറക്കം ബാധിച്ച ഒരു ദിവസം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ബില്ല് കൊടുക്കണം, ഫുഡ് എക്സ്ട്രാ വരും. അപ്പോൾ യാത്രയുടെ എക്സ്പെൻസ് കൂടുകയാണ്. അപ്പം ഒറ്റയടിക്ക് ഒരു ഐറ്റിനറി ഇട്ട് പ്ലാൻ ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു വന്ന് സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് ആൾക്കാരോട് ഈ സംഭവം കാണിച്ചു കൊടുക്കാൻ പറ്റും. അന്റാർട്ടിക്കയിലേക്ക് പോയ സമയം ഏതും കൂടിയായിരുന്നു ഷെറിൻ? ഞാൻ ആക്ച്വലി ജനുവരിയിലാണ് യാത്ര ചെയ്തത്. എപ്പോഴാണ് ഒരു വർഷമാവുകയാണ്. ആളുകൾ വിചാരിക്കും അതാണ്. ഞാനിവിടെ ഒരു കാർഡ് ഞാൻ ഏൽപ്പിച്ചപ്പോ വെബിൽ നിന്ന് ചോദിക്കുന്നത് അല്ല അന്റാർട്ടിക്കയിൽ നിന്നാണോ പുള്ളി ഇങ്ങ് എത്തിയോന്നാണ്. അപ്പൊ ആളുകളെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഒരു വർഷം മുമ്പ് പോയതാണ്. ഒരു വർഷം നീണ്ടേക്കുന്നത് എന്ത് ഹാർഡ് എഡിറ്റിംഗ് ആണ്. എന്റെ ഒരു പ്രത്യേക എഡിറ്റിംഗ് ആണത്. ഞാൻ എന്താന്ന് വെച്ചാല് ആ സമയത്ത് എനിക്ക് മറ്റ് യാത്രകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അതിന്റെ പെൻഡിങ് വീഡിയോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ എപ്പോഴും ഈ ജൂൺ ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ആ സമയത്ത് ഞാൻ ഒരിക്കലും ഒരു നല്ല വീഡിയോസ് ഞാൻ ഇടില്ല. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു വെള്ളപ്പൊക്കമോ ആയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നല്ല വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് അത് കാണാനും മൂടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ വെക്കും ഇത്തരം യാത്രകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടിപ്സ് ആണ് കേട്ടോ, സോഷ്യൽ മീഡിയ ടിപ്സ് ആണ്. അതെ 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 മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നമ്മൾ ഏത് സീസൺ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് യാത്ര ചെയ്യാറ്. ഈ 16 പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിലും കുറെ സ്ഥലത്ത് പോയി. ഏറ്റവും ഇനിയും പോകണം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു പോയതിൽ? എനിക്ക് ആക്ച്വലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇനിയും പോകണം എന്ന് തോന്നുന്ന സ്ഥലം ഒന്ന് ലഡാക്കാണ്. കാരണം ഞാൻ ലഡാക്കിൽ 3 തവണ പോയിട്ടുണ്ട്. ലഡാക്കിലാണ് ഉമ്മിംഗ്ല പാസ് ഉള്ളത്. ഉമ്മിംഗ്ല പാസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ്. വണ്ടി ഓടിച്ച് ഒരു മനുഷ്യന് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ റോഡുള്ളത് ഇന്ത്യയിലാണ്. അത് ലഡാക്കിലാണ് ഉമ്മിംഗ്ല പാസ്. ഞാനത് 2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ലഡാക്ക് കാണണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക്. ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അതുപോലെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എനിക്ക് തായ്ലൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എപ്പോഴും ആൾക്കാർ തായ്ലൻഡിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറേ പേര് മറ്റേ നെറ്റി വിളിക്കാന്ന് പറയും ഭയങ്കര മോശം സ്ഥലം. അങ്ങനെയൊന്നുമില്ല. തായ്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും അവിടെ പോകാൻ പറ്റും എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. ഏറ്റവും നല്ല മനുഷ്യർ, നല്ല സ്വഭാവമുള്ള മനുഷ്യർ. പിന്നെ ഏറ്റവും കുഞ്ഞു കുട്ടികൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അത് പറ്റും. ഏറ്റവും പ്രായമുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. കപ്പിൾസിന് പോകാം, ഫാമിലി ആയിട്ട് പോകാം, ബാച്ചിലേഴ്സിന് പോകാം. അങ്ങനെ ഏത് പ്രായക്കാർക്കും പോകാൻ പറ്റിയ ഒരു രാജ്യമാണ് തായ്ലൻഡ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ തായ്ലൻഡാണ്. പിന്നെ ഉള്ളത് കാര്യം കൂടി ചോദിച്ചോളൂ, നമ്മുടെ സമയം തീരാറായി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഈ ഭക്ഷണം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഒരിക്കലും കഴിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെന്തായിരിക്കും? ഞാനും ഇപ്പൊ ഈ തായ്ലൻഡിലും ചൈനയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഈ പുഴുവും പാറ്റയും പല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയിട്ടില്ല, അത് വെച്ചേക്കുന്നത് കാണാം. പക്ഷെ ഞാനിപ്പോ തായ്ലൻഡ് കഴിച്ചിട്ട് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത യാത്ര കൊള്ളാക്കണ്ടല്ലോ അല്ലേ, വീഡിയോ വരാനുള്ളതല്ലേ. അത് അതെ. പിന്നെ ഒരു ദിവസം 2 ദിവസം കിടക്കേണ്ടി വന്ന പണിയാവും. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കുഴപ്പമില്ലാന്ന് തോന്നുന്നത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ശരി, എന്തായാലും ഷെറിൻ ഒരുപാട് സന്തോഷം. ഷെറിൻ്റെ തേരാപ്പാര നടന്ന അന്റാർട്ടിക്ക വരെ എത്തിയ ഈ ഒരു ഇത്രയും നീണ്ട കുറച്ച് 2018 തുടങ്ങി 2024 എത്തുമ്പോൾ ഷെറിൻ എന്ന ആളും ഒരുപാട് മാറി, യാത്രകൾ മാറി. പക്ഷേ യാത്രാവിശേഷങ്ങൾ ഏറ്റവും മനോഹരമായി ആളുകളിലേക്ക് എത്തിക്കാൻ ഷെറിന് കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ യാത്രകൾ, മനോഹരമായ യാത്രകൾ പോട്ടെ, കുടുംബത്തെയും കൂടി കൊണ്ടുപോകാൻ പറ്റട്ടെ അല്ലേ. അത് ഈ നിറഞ്ഞ ചിരിയോടുകൂടി യാത്രാനുഭവങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും ഷെറിന് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ശരി.